നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. 450 രൂപയ്ക്ക് വേണ്ടി പാതിരാത്രി പോലും ഫോൺ വിളിച്ച് ശല്യം ചെയ്ത അയാളാണോ? ആളെ കാണുമ്പോ അങ്ങനെയൊന്നും തോന്നില്ലല്ലോ ചേച്ചി. ഇതേതോ മാന്ത്രിക കഥ പോലെ ഇരിക്കുന്നല്ലോ. ഈ ശല്യക്കാരൻ എന്നെ പെണ്ണ് കാണാൻ വരുമെന്ന് ഞാൻ എന്റെ ദുർസ്വപ്നത്തിൽ പോലും കണ്ടതല്ല ഗോപിക. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഷേടാ, അതെ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അച്ഛന്റെ കുട്ടിക്കാലത്തെ ആ സുഹൃത്തിന്റെ മകനെ നമ്മളിനി എന്ത് ചെയ്യും? അറിയില്ലല്ലോ ഗോപിക, എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. നമുക്ക് ഈ കാര്യം വിശദമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണല്ലോ. ഇവിടെ ഇരുന്നോ, അല്ല പുറത്ത്. നീ എങ്ങോട്ടാ പോകുന്നത് മോനെ? ഇവിടെ ഇരിക്ക്. പണ്ട് നിന്റെ മുത്തച്ഛൻ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴും ഇങ്ങനെ ചില കളികളായിരുന്നു. അതുപോലെ നീയും തുടങ്ങാതെ. ആതിരെ ഇഷ്ടപ്പെട്ടു എന്ന് പറ. ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഇനി നിന്റെ കാര്യം മാത്രം കേട്ടാ മതി. എനിക്ക് അഭിലാഷമായിട്ട് തനിച്ചൊന്ന് സംസാരിക്കണം. അഭിലാഷമായിട്ട് സംസാരിക്കുന്നതൊക്കെ പിന്നെ ആവാം. ഇപ്പൊ നീ നിന്റെ സ്വന്തം അഭിപ്രായം പറ. പെണ്ണിനെ എന്നെ ഇഷ്ടപ്പെട്ടെന്ന് ആദ്യം അറിയട്ടെ. ഇത് നല്ല തമാശ. ഹരീഷിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ആതിരയുടെ കാര്യം ഞാൻ ചോദിച്ചോളാം. ഞങ്ങളുടെ ഹരികൃഷ്ണനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അത് പറയൂ ശിവദാസ. ഹരീഷിനെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ ഞാൻ ചെയ്യ ഭഗവാനെ? ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. എല്ലാ കാര്യത്തിലും നല്ല ധൈര്യമുള്ള ആളല്ലേ ചേച്ചി. ആ മനുഷ്യന്റെ സ്വഭാവം ശരിയല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അച്ഛനോട് ചെന്ന് വിവരം പറ. ചേച്ചിയുടെ ലൈഫല്ലേ, ചേച്ചി തന്നെയല്ലേ അതെങ്ങനെ വേണോന്ന് തീരുമാനിക്കേണ്ടത്. ചേച്ചിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ചെന്ന് പറയാം. അതെ, ചേച്ചി ഇവിടെ നിക്ക്. ചാടി കയറി ഒരു അഭിപ്രായം പറയണ്ട. ചാടി കയറി പറയേണ്ടടുത്ത് ചാടിക്കയറി തന്നെ പറയണം. അല്ലാതെ എല്ലാം കൈവിട്ടു പോയിട്ട് സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ല. ശിവ, നമ്മള് തമ്മിൽ മറച്ചു വെക്കാനൊന്നുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഹരി പറയുന്നതിലും ഒരല്പം കാര്യമുണ്ടല്ലോ. ഏതായാലും നീ പോയി ആതിരയുടെ മനസ്സൊന്ന് അറിഞ്ഞിട്ട് വാ. അവളും ആദ്യമായിട്ട് കണ്ടതില്ലേ എന്റെ മോനെ. അതിനെന്താ, ഞാൻ ചോദിച്ചിട്ടില്ല. അവളുടെ മനസ്സറിയട്ടല്ലേ. ഞാൻ വീണ്ടും പറയാ ചേച്ചി, മനസ്സിലുള്ളത് തുറന്നു പറയുന്നത് തന്നെയാ നല്ലത്. ഇപ്പൊ ഒരു ചാൻസാ. ഈ ചാൻസ് എപ്പോഴും കിട്ടിയെന്ന് വരില്ല. നീ ഇങ്ങനെ തിരക്ക് കൂട്ടല്ലേ. എന്താ രണ്ടുപേരും പറഞ്ഞോണ്ട് നിൽക്കുന്നു? ഏയ്, ഞങ്ങളിങ്ങനെ വെറുതെ. അവിടെ അവരുടെയൊക്കെ വർത്തമാനം കേട്ട് എന്റെ മനസ്സ് നിറഞ്ഞു മോളെ. അവർക്കൊക്കെ നിന്നെ വളരെ ഇഷ്ടമായി. അവര് പറയുന്നത് കേട്ടാ തോന്നും ഇപ്പോഴേ നിന്നെ അങ്ങ് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. നീ എന്തു പറയുന്നു മോളെ? അച്ഛന് നിന്റെ അഭിപ്രായവും മുഖ്യം. പറ, ഞാൻ എന്താ അവരോട് പറയേണ്ടത്? പറഞ്ഞോട്ടെ മോളെ, നിനക്ക് സമ്മതമാണെന്ന്. ചേച്ചി എന്താ ഇങ്ങനെ നിക്കുന്നേ? മനസ്സിലുള്ളത് അങ്ങ് തുറന്ന് പറയ് ചേച്ചി. അച്ഛനെന്താ അച്ഛാ തോന്നുന്നത്? ശേഖരനെ കുറിച്ച് മുമ്പേ തന്നെ ഞാൻ മോളോട് പറഞ്ഞതാണല്ലോ. ഇപ്പൊ അവന്റെ മകനെ കണ്ടപ്പോ എനിക്ക് അവനെ ഇഷ്ടമായി. നല്ല കുടുംബസ്നേഹമുള്ള പയ്യൻ, എല്ലാവരോടും ഉചിതമായും ബഹുമാനത്തോടും സംസാരിക്കുന്ന പയ്യൻ, കാണാനും സുന്ദരൻ. എനിക്ക് അങ്ങനെയാ തോന്നിയത്. ഇതൊരു നല്ല ബന്ധമാവുമെന്ന് തോന്നി. ആ വീട്ടില് നിനക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല. മാത്രമല്ല, ശേഖരനും അമ്മയും ആ രണ്ട് പെൺകുട്ടികളും ഒക്കെ നിന്നെ പൊന്നുപോലെ നോക്കും. കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കും. അത്രയ്ക്ക് നല്ലവരാ അവരൊക്കെ. ഞാനൊന്ന് പറയട്ടെ അച്ഛാ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവളോ ഒന്നും മിണ്ടുന്നില്ല. ഗോപിയെ, നിന്റെ അഭിപ്രായം പറ. ഇല്ല അച്ഛാ, ചേച്ചി പറയും. ചേച്ചി പറയുന്നതാ അതിന്റെ ശരി. എന്നാ പിന്നെ നീ തന്നെ പറ. നമ്മളെ തേടി വന്ന ഈ മഹാഭാഗ്യത്തെ രണ്ടു കൈ നീട്ടി സ്വീകരിക്കണ്ടേ നമ്മള്? വേണ്ടേ? ഇല്ലെങ്കിൽ അത് ഈശ്വരൻ നിന്ന പോലെ ആവില്ലേ മോളെ? മോളെ, ഇത്രയൊക്കെ ഈ അച്ഛൻ പറഞ്ഞിട്ടും മോൾക്ക് ഈ ബന്ധം വേണ്ടെന്നാണ് തോന്നുന്നതെങ്കിൽ അതും പറ. ഞാൻ പറഞ്ഞോളാം ശേഖരനോട്. അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ തമ്മിലുണ്ട്.
അച്ഛാ, അച്ഛൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മറ്റെന്തു പറയാനാ? ഇക്കാര്യത്തിലൊക്കെ അച്ഛനോളം അറിവും പരിചയമൊന്നും എനിക്കില്ലല്ലോ. അച്ഛൻ പറയുന്നതൊക്കെ എന്നും എനിക്ക് ദൈവത്തിന്റെ വാക്കുകളായിട്ടേ തോന്നിയിട്ടുള്ളൂ. അച്ഛന്റെ സന്തോഷം എന്നും എന്റെ സന്തോഷം. അതുകൊണ്ട് അവരോട് ചെന്ന് പറഞ്ഞോളൂ അച്ഛാ. എനിക്ക് സമ്മതാന്ന് തന്നെ പറഞ്ഞോളൂ. സന്തോഷായി മോളെ, എനിക്ക് സന്തോഷായി, മനസ്സ് നിറഞ്ഞു. ശേഖരനത് കേൾക്കുമ്പോ സന്തോഷാവും, എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്രയ്ക്ക് പ്രതീക്ഷയില്ല അവരെ. ആ മനുഷ്യനകത്തേക്ക് പോയി കുറച്ചു നേരമായല്ലോ. എന്തെങ്കിലും സീരിയസ് ഡിസ്കഷൻ ആണോ? സ്വാഭാവികം. നീയും ആ പെൺകുട്ടിയുമായി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ ഉണ്ടായിട്ടുള്ളത്. ഒക്കെ അവളിപ്പോ അവളുടെ അച്ഛനോട് വിസ്തരിക്കുന്നുണ്ടാവും. എങ്കിൽ നമുക്ക് വിട്ടിട്ട് പോവാം. പോകുന്നതിൽ എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷേ നീ ലൈഫ് ടൈം ബാച്ചിലർ ആയി പോകും. ഇട ഞാൻ ആകെ ടെൻഷനില്ല. ടെൻഷൻ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പോ അവിടെ ചെന്ന് ഞാൻ പറയാം മോളെ, എനിക്ക് സമ്മതമാണെന്ന്. യു എന്തൊരു ആന മണ്ടത്തരവാ ചേച്ചി കാണിച്ചത്. അച്ഛൻ അത്രയൊക്കെ പറയുമ്പോ ഞാൻ എന്താ പറയാ ഗോപിക? ഞാനൊരു നോ പറഞ്ഞ എത്ര പേരുടെ മനസ്സാ വേദനിക്കുക. ആ, അതിനു പകരം ഈ ഒരു മനസ്സ് മാത്രം വേദനിച്ചാ മതിയെന്ന് ചേച്ചി നിശ്ചയിച്ചു അല്ലേ? എ ഗ്രേറ്റ് സാക്രിഫൈസ്. എന്റെ മകൾ പറഞ്ഞത് എന്റെ ഇഷ്ടമാണ് അവളുടെ ഇഷ്ടം. എന്റെ ഇഷ്ടം എന്താണെന്ന് ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞതാണ്. എനിക്ക് ഹരീഷിനെ ഇഷ്ടമായി. ഇപ്പൊ എന്റെ മകൾ ആതിരയ്ക്കും ഹരീഷിനെ ഇഷ്ടമായി. സമ്മതിച്ചെന്നോ? അത്ഭുതമായിരിക്കുന്നല്ലോ. അതോ ഇനി ഇതിലെന്തെങ്കിലും അടിയൊഴുക്കുകളും അറിഞ്ഞെടുപ്പുണ്ടോ? എന്നെ ഇനി വലിയൊരു ആപത്തിന്റെ ചുഴിയിലേക്ക് വലിച്ചിടാനാണോ ഇവളുടെ ഈ സമ്മതം പറച്ചില്?